വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു റീസ്റ്റോക്ഡ് കളക്ഷൻ ആണ് നമ്മളിപ്പം കാണാൻ പോവുക. നമ്മുടെ റഷ്യൻ സിൽക്ക്, പ്യുവർ റഷ്യൻ സിൽക്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലക്നോവി വർക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ് കാണാൻ പോവുക. ഇതിന് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഇതിന് സിമിലർ പാറ്റേൺസും വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1290 റേഞ്ചിൽ വരുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന സെയിം ഗ്രീൻ ടോൺ ആണ്. ഗ്രീൻ ലിമിറ്റഡ്, നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ലിമിറ്റഡ് പീസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ബാലൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സ്റ്റോക്സ് ഒത്തിരി അവൈലബിൾ ആണ്. ഇതേപോലെ വരും ഒരു ലക്നോവി സ്റ്റൈലിൽ എംബ്രോയിഡറി വർക്കാണ് അതിൽ കൊടുത്തേക്കുന്നത്. ലൈറ്റായിട്ട് സീക്വൻസിങ് വരുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. പ്യുവർ ഫാബ്രിക് ആണ്, റഷ്യൻ ഫാബ്രിക് ആണിത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു കംഫോർട്ട് ഫീലിംഗ് ആണ് നമുക്ക് ഇടുമ്പം തന്നെ. ഇവിടെ വന്നിട്ട് ഷിഫോൺ ഫാബ്രിക്കിൽ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബോർഡറിൽ ലൈറ്റായിട്ട് ലേസ് പാച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കോസ്റ്റ് മിനിമലൈസ് ചെയ്യാനാണ് ദുപ്പട്ട നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഷിഫോൺ ആക്കിയേക്കുന്നത്. ബോട്ടം സാൻഡോൺ ഫാബ്രിക്കിൽ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഭയങ്കര എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. ഏത് സ്കിൻ ടോൺ ആണെങ്കിലും മാച്ച് ആവുന്ന ടൈപ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡാർക്ക് പീച്ച് പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡ് പാറ്റേൺ ആണ് വരുന്നത്. പ്യുവർ റഷ്യൻ ഫാബ്രിക്കിലാണ്, റഷ്യൻ സിൽക്കാണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് 2.6 ആണ് ഇന്ന് ടോപ്പ് ലെങ്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും ടോപ്പിലെ വർക്ക് വന്നിട്ട്. ഇത് നല്ല വളരെ കംഫർട്ടബിൾ ആണ്. ഇത് പിടിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫാബ്രിക് വന്നിട്ട് ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. പ്ലെയിൻ ദുപ്പട്ട, ബോട്ടം സാൻഡോൺ ഫാബ്രിക്കിൽ ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്ക്. അതിലും ലക്നോവി വർക്കാണ്, എംബ്രോയിഡറി വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൈന്യൂട്ടായിട്ട് കുറച്ച് സീക്വൻസ്, അതും അങ്ങനെ കാണാൻ പാകത്തിനുള്ളതില്ല, ലൈറ്റ് ആയിട്ടാണ് ആ ഒരു സീക്വൻസിങ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ആ യോക്കിലെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നെക്സ്റ്റ് ടോൺ വന്നേക്കുന്നത് ഒരു ബ്രിക്കിന്റെ ടോൺ എന്ന് പറയും. ഒരു കോപ്പർ ബ്രിക്കിന്റെ ഒരു ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അത്രയും ഡാർക്ക് ബ്രിക്കും അല്ല, എന്നാൽ ഡാർക്ക് കോപ്പറും അല്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന റയർ ആയിട്ടുള്ള ടൈപ്പ് ഷെയ്ഡ്സ് ആണ്. സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വർക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കും. റഷ്യൻ ഫാബ്രിക് ആണ്, പ്യുവർ റഷ്യൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ടോപ്പ്. ദുപ്പട്ട ലൈറ്റ് വെയിറ്റ് ഷിഫോണിൽ സിമ്പിൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡറിൽ മാത്രം ലൈറ്റ് ആയിട്ട് ലേസ് കൊടുത്തിരിക്കുന്നു. ദുപ്പട്ട വെറും സിമ്പിൾ ആണ്. ആൻഡ് സാൻഡൂൺ ബോട്ടം റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിന്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ലക്നോവി എപ്പോഴും ഫേവറേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നത് പ്യുവർ ലക്നോവി ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് ആയിരുന്നു. ഇത് ലക്നോവി എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിലാണ്. ഇതിൽ യോക്കിൽ വർക്ക് കൊടുത്തേക്കുന്നു. നല്ല ഫാബ്രിക് ആണ്. ഇത് വന്നിട്ട് ഒരു വയലറ്റ് ആണ് ഷെയ്ഡ്. സോ അപ്പം ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ്, ജസ്റ്റ് കളർ ടോണിൽ മാത്രമേ വേരിയേഷൻ ഉള്ളൂ. അപ്പം ഇത്രയും കളേഴ്സാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഗ്രീനൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പം ഇതല്ല, വേറെ ഫാബ്രിക്സും നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു ദിവസം 5 or 6 വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ഫാബ്രിക്സ് ആണ് ഓരോ വീഡിയോസിലും കാണിക്കുമ്പം അടുത്ത വീഡിയോയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.